ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 16-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നവഗ്രഹങ്ങൾ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള അനുഭവങ്ങളെയാണ് കൊടുക്കുന്നത്, അത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണമാണ് നക്ഷത്രഫലമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശനിയാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. അവർക്ക് 11-ാം ഭാവത്തിൽ ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നൊരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യും, ഭയമില്ലാതെ ഏതൊരു കാര്യവും ചെയ്യുന്ന ദിവസമാണ്. സുഖാനുഭവത്തോടുകൂടി ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, സുഖം, സ്വസ്ഥത, ദേഹനന്മ, അങ്ങനെ പല കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജ്യോതിഷത്തിലെ ശനി എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനെയും സൂര്യനെയും ശത്രുവായിട്ട് കാണുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ വൃശ്ചികൻ രാശിയിൽ, അതായത് ഈ മേടക്കൂറിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരായിട്ടുള്ള സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില കല്ലുകടികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. ആ സൂര്യനെ ശനിയുടെ ദൃഷ്ടി വന്നു കൂട്ടിമുട്ടുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കല്ലുകടിക്കുള്ള സാധ്യതയുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരുടെ ജന്മഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നു. 10-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യ കൊണ്ടുള്ള നേട്ടം, കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന ദിവസം. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസം. ഉയർച്ചയും നേട്ടവും ഉണ്ടാകുന്ന ദിവസം. ആരെയും കൂസാതെ ഏത് കാര്യവും ചെയ്ത് വിജയിക്കുന്നൊരു ദിവസം. പക്ഷെങ്കിൽ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ 10-ലെ ശനി ഒരു ജോലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ സമ്മതിക്കത്തില്ല. കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ഒരു അവധി എടുക്കും, അല്ലെങ്കിൽ വിശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയി ജോലി ചെയ്ത് ധനം സമ്പാദിക്കാനുള്ള ഒരു തടസ്സം ശനി കൊടുക്കും. ശനി നേട്ടത്തെ കൊടുക്കും. നേട്ടത്തെ കൊടുത്താൽ പോലും അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സ്വഭാവവും ശനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റു സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കല്ലുകടിക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അവർക്ക് അനുഭവദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ. അതാണ് ഇടവക്കൂറുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സൂക്ഷിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് 9-ലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴവും ചന്ദ്രനും ഒക്കെ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിതാവിന് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് ജ്യോതിഷം പറയുന്നു. ചിലർക്ക് ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ചിലർ ഭീരുത്വം കൊണ്ട് ഒരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുവാൻ മടി കാണിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി സ്വാധീനിക്കുന്നൊരു ദിവസമല്ല. ദാമ്പത്യ ജീവിതവും സുഖക്കുറവ്, തൊഴിൽപരമായുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. മിഥുനക്കൂറുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മേലധികാരികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതും മുഖേനയുള്ള ഒരു സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പിതാവ് ഇപ്പോൾ ഇവർക്ക് എത്രയെല്ലാം നന്മകൾ ചെയ്താലും പിതാവ് മുഖേന ധനം വന്നു ചേരാൻ, ധനധാന്യ സമൃദ്ധി ഉണ്ടാകാം, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടായാൽ പോലും പിതാവുമായിട്ട് ശത്രുതയ്ക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളതൊരു ഒരു വിഷയമുണ്ട്. അപ്പോൾ അതും സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി മിഥുനക്കൂറുകാർ കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുള്ളൂ. ഇനി കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കാലതാമസം ഉണ്ടാകുന്നൊരു സമയമാണ്. അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ഒരു കാര്യപ്രാപ്തിയെ കൊടുക്കത്തില്ല. ഒരു ഉറച്ച തീരുമാനമെടുക്കുവാനോ ഒരു
പ്രവൃത്തി ചെയ്ത് വിജയം കൈവരിക്കുവാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നതല്ല. സ്ഥിര ജോലിയുള്ളവർ ആ മേഖലയിൽ കൂടി ജോലി ചെയ്ത് പോകുന്നല്ലാതെ സ്ഥിര ജോലി ഇല്ലാത്തവരൊക്കെ ഒരു അലസന്മാരെ പോലെ അങ്ങ് നടക്കുന്ന ഒരു സമയമാണ്. അവർക്കൊന്നിനോടൊരു താല്പര്യമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോകും. പ്രത്യേകിച്ച് ജോലിയോ വരുമാനമോ ഇല്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ അഷ്ടമത്തിലെ ശനിയുടെ ദോഷമാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ശത്രുക്കളാകും, ബന്ധുക്കൾ ദോഷം ചെയ്യുന്നവരാകും, ബന്ധുക്കൾക്ക് ദോഷം ചെയ്യുന്നവരാകും, ധനവും ആരോഗ്യവും ഇല്ലാത്തൊരു സ്ഥിതി വരും. ചിലർക്ക് വിദേശവാസത്തെക്കുറിച്ച് ആലോചിക്കും, ചിലർ വിദേശ രാജ്യങ്ങളിൽ പോകും, അവിടെ പോയി വലിയ ഫലമൊന്നും ഉണ്ടാകത്തില്ല, ചിലർക്ക് നേത്രരോഗം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച്. എന്നാൽ അവരുടെ 11ാം ഭാവത്തിലാണ് വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നത്. അതുകൊണ്ടൊരു ആശ്വാസമൊക്കെ ചില കാര്യങ്ങളിലൊക്കെ അവർക്കുണ്ടാകും എന്നുള്ളതല്ലാതെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാനൊരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽനാളുകാരെ സംബന്ധിച്ച് ഗജകേസരി രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. അവരുടെ 10ാം ഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ഗജകേസരി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഏറെക്കുറെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വലിയ ദോഷമൊന്നും ചെയ്യാത്ത ഒരു ഗ്രഹമായിട്ടാണ് ശനി നിൽക്കുന്നത്. കന്നിക്കൂറുകാർക്ക് 6ാം ഭാവത്തിലാണല്ലോ ശനി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഭാഗ്യഭാവത്തിൽ ചന്ദ്രനുണ്ട്, വ്യാഴമുണ്ട്. അപ്പോൾ ഇവിടെ ശനി ദോഷം ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണോ എന്ന് ചോദിച്ചാൽ അതെ, ഏകദേശം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചന്ദ്രനും വ്യാഴവും 9ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ഇവർക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ 6ലെ ശനി രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ, അതായത് കടബാധകളാൽ, ശത്രുതകളാലൊക്കെ ഭാരപ്പെടുന്നവർക്ക് ഒരാശ്വാസം നൽകുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ആശ്വാസത്തിൻ്റെ വക ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർക്ക് ഈ ശനി അനുകൂലമായ സ്ഥാനത്തിലാണ് നിൽക്കുന്നത്, 6ലാണ് നിൽക്കുന്നത്. 6ൽ ശനി നിന്നാൽ പാപഗ്രഹങ്ങൾ 3, 6, 11 എന്നീ ഭാവങ്ങളിലാണ് നിൽക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ ശനി 6ൽ നിൽക്കുന്നത് കൊണ്ട് ഈ ജാതകർക്ക് കടബാധ്യതകളൊന്നും ഇല്ലാതെ വരത്തില്ലെന്നുള്ളതല്ല. അവർക്ക് കടബാധ്യതകളും ഉണ്ടാകും, പക്ഷെങ്കിൽ ആശ്വാസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആശ്വാസം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്താൽ നിങ്ങളെ ഭാരപ്പെടുത്തും ശനി ഭാരപ്പെടുത്തിയിട്ട് അവിടെ ഒരു ആശ്വാസം തരുന്ന ഒരു സാഹചര്യത്തെ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവമാണ്. 9 നിൽക്കുന്ന വ്യാഴവും ചന്ദ്രനും അതുപോലെ ശനി കൊടുക്കുന്ന പോലെയല്ല, അവർ ദോഷം ചെയ്യാതെ തന്നെ നേട്ടത്തെ തന്നെ തരുന്ന ഗ്രഹമാണ്. ശനി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദോഷം ചെയ്യുന്നതോടൊപ്പം ആ ദോഷത്തിൽ ചില സമയത്ത് ഒരു ആശ്വാസം നൽകുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇവർക്ക്. അതായത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഈ കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല എന്നുള്ളതും മനസ്സിലാക്കണം. അതുപോലെ തന്നെ 7ൽ നിൽക്കുന്ന രാഹു ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ ഉണ്ടാകുന്നത് ഞാൻ എന്നും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് കന്നിക്കൂറുകാർ കടന്നു പോവുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും എന്നുള്ളതും സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേക കാര്യമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതാണ് ശനിയാഴ്ച ദിവസത്തെ അനുഭവം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നിലനിൽക്കുന്നൊരു സമയമാണ്. അവരുടെ 3ാം ഭാവത്തിൻ്റെയും അതുപോലെ തന്നെ അവർക്ക് അഷ്ടമത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നൊരു സമയമാണ്. അത് ഡിസംബർ മാസം 2-ാം തീയതി വരെയുണ്ട്. അവർക്ക് രാജയോഗതുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. അതിൻ്റേതായ അനുഭവങ്ങളൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് അവർക്ക് കൂടുതലായിട്ടും വന്നു ചേരുക. അപ്പോൾ അവർക്കിപ്പോൾ ശനിയാഴ്ച ദിവസത്തെ പ്രശ്നം, ശനിയാഴ്ച ദിവസം അവർക്ക് 5-ലാണ് നിൽക്കുന്നവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ബുദ്ധിമോശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ശനിയുടെ ദോഷത്തേക്കാൾ മെച്ചമായിട്ടുള്ള, ശനിയുടെ ദോഷത്തെ ഇല്ലാതാക്കുവാൻ വരുന്ന ശക്തിയുള്ള
ഇല്ലാതാക്കുവാൻ കഴിവുള്ള അതുപോലെയുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ ഈ ശുക്രനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റേതായ നന്മകൾ ഇവർക്ക് ഡിസംബർ മാസം 2-ാം തീയതി വരെ ലഭിക്കുന്നൊരു സമയം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമാണ് അതിൻ്റേതായ കൂടുതൽ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ശനിയാഴ്ച ദിവസം പഴയതുപോലെയുള്ള ശനിയുടേതായ ദോഷമൊന്നും അവർക്കിപ്പോൾ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ ദൃഷ്ടി സൂര്യൻ്റെ മേൽ പതിക്കുന്നു. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദൃഷ്ടി വൃശ്ചികൻ രാശിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ ദൃഷ്ടിയിലും ഇവർക്ക് ശത്രുത വന്നു ചേരുന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുക. കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള ശത്രുത വന്നു ചേർന്ന് അത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളെയും അത് ദോഷമായിട്ട് ബാധിക്കുന്നൊരു സമയമാണ് വൃശ്ചിക മാസം. അപ്പോൾ വൃശ്ചിക മാസം എന്ന് പറയുന്നത് അവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം വളരെ അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. 3-ാം ഭാവത്തിലാണല്ലോ ശനി നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന ശനി അവർക്ക് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ, ഈ നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നിരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് നഷ്ടസാധ്യതകളൊക്കെ തീരെ കുറവായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. വീട്, വസ്തു, വാഹനം, ഭൂമിയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നിരുന്ന ദിവസമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. സൗഭാഗ്യമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും തിക്താനുഭവങ്ങൾ അവർക്ക് ഒന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടും ലാഭകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർ അവരുടെ ജീവിതത്തിൽ അവർ പരിചയപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്കുണ്ടാകുന്നൊരു സമയമാണ്. അത് ഡിസംബർ മാസം 2-ാം തീയതി വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 12-ലാണ് ശുക്രൻ നിൽക്കുന്നത്, 2-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ ദോഷമൊന്നും വന്നു ചേരാത്തൊരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിതം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. മകരക്കൂറുകാരൊക്കെ ഈ സമയമൊക്കെ വളരെ പ്രയോജനപ്പെടുത്തി എടുക്കണം. നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണിപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അവർക്ക് ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് പണിനിലാണ് ഇപ്പോൾ സൂര്യൻ വന്ന് നിൽക്കുന്നത്. പണിനിൽ നിൽക്കുന്ന സൂര്യൻ ഓരോ പ്രവർത്തന മേഖലകളിലൊക്കെ വിജയം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ശത്രുത വന്നു ചേർന്ന് പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാം നല്ല അനുഭവമായി മാറട്ടെ എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുക, ജീവിത വിജയം നേടുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ ആവശ്യമായി വരുന്നൊരു സമയം കൂടിയാണ് എന്നുള്ളതും അറിയാമല്ലോ. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ജന്മത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല. ഗജകശ്രീ, രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അങ്ങനെ അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 10-ാം ഭാവത്തിൽ അവർക്ക് സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ 10-ാം ഭാവത്തിൽ സൂര്യൻ വന്ന് നിന്നാൽ അവർക്ക് തൊഴിലിൻ്റെ കാരക ഗ്രഹമാണ് സൂര്യൻ. ആ സൂര്യൻ 10-ാം ഭാവത്തിൽ നിന്നാൽ പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളൊക്കെ ധനനേട്ടം, സൽപുത്ര യോഗം, ഭാര്യ സുഖം, സൗഭാഗ്യം, ദാനശീലം അങ്ങനെ ഒരുപാട് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ 12-ലെ സ്ഥിതി നല്ലതല്ല എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ ഇവർക്ക് തത്തുല്യമായ അല്ലെങ്കിൽ ബദലായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി പറഞ്ഞു തരുന്നത് ഇവർക്ക് 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ഒരു ശുഭഗ്രഹം 10-ാം ഭാവത്തിൽ നിന്നാൽ അത് രാജയോഗതുല്യമായ അനുഭവമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ശുക്രൻ ശനിയുടെ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്? ശനിയുടെ വെച്ച് നോക്കുമ്പോൾ 12-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മാത്രമല്ല ചന്ദ്രൻ 3-ൽ നിൽക്കുന്നുണ്ട്. 3-ൽ നിൽക്കുന്ന വ്യാഴത്തിനെ ബലവാനാക്കുന്നു ചന്ദ്രൻ. അപ്പോൾ ഇവർക്ക് സുഖസ്വസ്ഥത, ഏകനന്മ അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ചിലപ്പോൾ കാര്യമായി ഉണ്ടായില്ല എങ്കിൽ പോലും അത് തൊഴിൽപരമായുള്ള നേട്ടം കൊണ്ട് അവർക്ക് ധനവും കുടുംബസുഖവും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്.
അങ്ങനെ മീനക്കൂറുകാർക്കും രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഒട്ടുമിക്ക കൂറുകാർക്കും വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. മിഥുനക്കൂറുകാർ ഒഴിച്ച് ബാക്കി ഉള്ള എല്ലാ കൂറുകാർക്കും ഏകദേശമൊക്കെ നല്ല അനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം, നവഗ്രഹങ്ങൾ നൽകുന്ന ഫലപ്രകാരം പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.